എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറി മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരെയെങ്കിലും കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഒരാളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് ഒരു നമ്പർ തിരഞ്ഞെടുക്കുക, വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ മനസ്സിൽ കണ്ട വ്യക്തിയെക്കുറിച്ച് കൃത്യമായി പറയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായി നിങ്ങൾ സ്വീകരിച്ചത് 411 എന്ന് പറയുന്ന സംഖ്യയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെ അഗാധമായി തുടക്കം മുതലേ സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയുടെ സ്നേഹം തുടക്കം മുതലേ ഉണ്ടെങ്കിലും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിൽ നിന്ന് അകറ്റിയെടുക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിച്ചില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വിശ്വാസത്തിലെടുത്തില്ലെങ്കിൽ, നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമായിട്ട് ആ വ്യക്തികൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ വ്യക്തിയെയും ഒറ്റപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ആ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടാതെ നിന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും. ജീവിതത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു രീതിയിൽ ആ പറയുന്ന വ്യക്തികളുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കതിൻ്റെ തിക്ത ഫലങ്ങൾ നേരിടേണ്ടി വരും. കാരണം ആ വ്യക്തികൾ എപ്പോഴും ശ്രമിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും പരസ്പരം ഭിന്നിച്ച് ഒറ്റപ്പെടുത്താനാണ്. ആ ശ്രമങ്ങൾ പരാജയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ വരും. കാരണം നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ വലിയ ശക്തിയാകും, അല്ലെങ്കിൽ പരസ്പരം നിങ്ങളിലുള്ള വിശ്വാസം വലിയ ശക്തിയായി മാറുമെന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഈ ഒറ്റയായിട്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിക്കാതെ നിൽക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ ആളുകളുടെ കാൽ കീഴിലേക്ക് നിങ്ങളുടെ ജീവിതം പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിന്നാൽ അവർക്ക് നിങ്ങളുടെ കാൽ കീഴിലെത്തേണ്ടി വരും. അത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് അവർ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒറ്റപ്പെടുത്തലിൻ്റെ ഫലമായിട്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒറ്റപ്പെട്ട് പോയാൽ അത് ജീവിതത്തിൽ വലിയ നഷ്ടമായിരിക്കും. അതിന് നിൽക്കാതിരിക്കുക. കാരണം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആത്മാർത്ഥമായ ബന്ധത്തിൻ്റെ ഒരു രഹസ്യവും ഇത്തരത്തിലുള്ള ആളുകളോട് പറയാതിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ദൂഷ്യങ്ങളുണ്ടാകുന്ന ഒന്നാണ്. അതുകൊണ്ട് സൂക്ഷ്മത പാലിച്ച് ഉറച്ച് നിൽക്കുക. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സറിയേണ്ടതുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ കൃത്യമായിട്ടറിയാം. ആ വ്യക്തി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളും അത് മനസ്സിലാക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളെ പലകുറി ഇതിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചിട്ട് നിങ്ങൾക്കതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടുന്നില്ല. അത് ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൗരവത്തോടെ കാര്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും നഷ്ടമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുക. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണമെന്നാണ്. അത് കൃത്യമായി നിങ്ങൾ പാലിക്കുക. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ പോലെ 832 എന്ന് പറഞ്ഞ ഫയൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. സമ്പൂർണമായ ഒരു സ്നേഹം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തിയുടെ മരണം വരെ ഉണ്ടാകും. ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാതിരിക്കില്ല. ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹത്തെ തള്ളിക്കളയാൻ കഴിയില്ല. ജീവിതത്തിൽ എപ്പോഴും ആത്മാർത്ഥമായ സ്നേഹവും ഇഷ്ടവും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണത്. ഒരിക്കൽ പോലും ആ വ്യക്തിക്ക് തൻ്റെ വ്യക്തിയോടുള്ള സ്നേഹം, അതായത് നിങ്ങളോടുള്ള സ്നേഹം മറച്ചു പിടിക്കാൻ സാധിക്കില്ല. ആ സ്നേഹം എന്നെന്നും ജീവിതത്തിൽ ഉണ്ടാകാനും ആ സ്നേഹം എന്നെന്നും ഒരു കരുതലായിട്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന്
നിങ്ങൾക്ക് ദൂഷ്യമുള്ള ഒന്നും ഉണ്ടാകില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ കൃത്യമായ രീതിയിൽ സ്നേഹിക്കുകയാണ്. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്കുള്ളതാണ്. ആ വ്യക്തി തൻ്റെ പ്രവർത്തനങ്ങൾ, ഒരുപക്ഷെ ആ വ്യക്തി കഷ്ടപ്പെടുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ സാമ്പത്തികമായും മാനസികമായിട്ടൊക്കെ സന്തോഷിപ്പിക്കണമെന്ന് തന്നെയാണ്. ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ മാനസികമായിട്ട് സന്തോഷിക്കുന്നതിൽ ഒരു ദുഃഖവുമില്ല. എന്നെന്നും നിങ്ങളുടെ സന്തോഷമാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എത്ര പണം ചിലവഴിക്കാൻ ആ വ്യക്തി റെഡിയാണ്. കാരണം ആ വ്യക്തിക്കറിയാം, എൻ്റെ വ്യക്തിയുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. എൻ്റെ വ്യക്തിക്ക് സന്തോഷമില്ലെങ്കിൽ എൻ്റെ നേട്ടങ്ങൾ ഒന്നുമല്ല എന്നുള്ള കൃത്യമായ വിശ്വാസം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി കാത്തിരിക്കുന്നതും നിങ്ങൾക്ക് നേട്ടമുണ്ടാകാനാണ്, നിങ്ങൾക്ക് മെച്ചമുണ്ടാകാനാണ്. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചതായിട്ട് അറിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സംരക്ഷണം ആ വ്യക്തിക്ക് വലിയ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്നും മാറി ചിന്തിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും നിങ്ങളോട് ചേർന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരു കാര്യത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് വിഭിന്നമായി എവിടേക്കെങ്കിലും പോകുവാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും നിങ്ങൾ നൽകുന്ന പിന്തുണ, നിങ്ങൾ നൽകുന്ന സംരക്ഷണം, അത് ആ വ്യക്തി എല്ലാത്തിലും ഉപരിയായിട്ട് കാണുകയാണ്. എല്ലാത്തിലും ഉപരിയായിട്ട് നിങ്ങളെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും നിങ്ങളോടുള്ള സ്നേഹത്തിൽ കൂടുകയല്ലാതെ കുറവൊന്നും സംഭവിക്കുന്നില്ല. ഏത് നിമിഷവും ഏത് കാലത്തും നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ ആ ഒരു കൃത്യത, നിങ്ങൾ നൽകിയ ആ സ്നേഹത്തിൻ്റെ ആ ഒരു വ്യാപ്തി, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസുകൾ നൽകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്ത് നൽകിയാലും ആ വ്യക്തിക്ക് മതിയാകുന്നില്ല. നിങ്ങൾക്ക് ഇന്നത് നൽകി കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് എന്ത് നൽകാൻ കഴിയും, നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനായിട്ട് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നൽകാൻ കഴിയുക എന്നിത്യാദി കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടി വരരുത് എന്ന് ഉറച്ച നിലപാടോടുകൂടി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ദൂഷ്യമുണ്ടാകുന്ന ഒരു കാര്യവും ഒരു വാക്കോ പ്രവൃത്തിയോ ആര് ചെയ്താലും ആ വ്യക്തി സഹിക്കുകയുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.